ട്വിങ്കിൾ ശിക്കാരി ശംഭു. ശംഭു അങ്കിൾ, എന്തിനാ ചെവിയിൽ പഞ്ഞി വെക്കുന്നത്? നമ്മൾ ഗാനമേളയ്ക്കല്ലേ, ചെവി മൂടുന്നത് നല്ലതാ. ഹിഹി, ഈ ട്രൂപ്പിന്റെ പാട്ട് സൂപ്പറാ. ഒരു സൂപ്പറുമല്ല. നിന്റെ ഫ്രണ്ട്സിനെ കൂട്ടിന് വിളിച്ചാൽ പോരായിരുന്നോ? അങ്കിൾ വന്നാൽ മതി. ശരി ശരി, നടക്ക്. എവിടെ പോവുകയാ? ദേ ഫോറസ്റ്റ് ഓഫീസർ വിളിക്കുന്നു. ടൈമില്ല, ഗാനമേള തുടങ്ങാറായി. പുള്ളിപ്പുലിയെ പിടിക്കാനാവും അവർ വിളിക്കുന്നത്. തടി തപ്പാം. ശംഭു ശംഭു. അതിലും ഭേദമാ ഗാനമേള. ജീപ്പിന് എന്തു പറ്റി? പെട്രോൾ തീർന്നു. അയ്യോ, ഗാനമേള ഇപ്പോൾ തുടങ്ങും. പാട്ടിൻ്റെ കാര്യം പോട്ടെ, കാട്ടിൽ നിന്ന് എങ്ങനെ വീട്ടിലെത്തും എന്ന് ആലോചിക്ക്. കരയാതെ, ഗാനമേള ഇനിയും വരും. പെട്രോളിന് തീരാൻ കണ്ടൊരു സ്ഥലം. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഉറക്കമായാൽ മതിയായിരുന്നു. അതെന്താ ആ ശബ്ദം? ശബ്ദമോ? ഞാൻ കേട്ടില്ലല്ലോ. ഇല്ലേ? എന്നാൽ എനിക്ക് തോന്നിയതാകും. ഉണ്ടെന്നേ, എന്തോ ഉണ്ട്. അയ്യോ, ചതുപ്പ് ഭൂതം. ഓടിക്കോ. പക്ഷേ വേഗം ഓടിക്കോ. വേഗം വാ അങ്കിൾ, ഭൂതം ഇപ്പോൾ കാലിൽ പിടിക്കും. വേഗം. പക്ഷേ അതൊരു മുതലയാ. എന്താ അവന്റെ പ്ലാൻ? അയ്യോ, മരം കയറാൻ നോക്കുകയാ. മുതല മരത്തിൽ കയറുമോ? അങ്കിൾ. ഹോ, ശിക്കാരി മുതലയുടെ വായി ഷൂ വെച്ച് പൂട്ടിയല്ലോ. ഇനി പിടിക്കാം. അതെ, ഹിഹി. ഇവനെ പിടിക്കാൻ ഞങ്ങൾ ഫോണിൽ വിളിച്ചിരുന്നു. ശിക്കാരി അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഗാനമേളയ്ക്ക് പോകുന്ന വഴി മുതലയെയും പിടിക്കാമെന്ന് കരുതി. ഈ മുതല ചതുപ്പിൽ നിന്നും ഇറങ്ങി ശല്യമുണ്ടാക്കുന്നത് പതിവായിരുന്നു. അങ്കിൾ. എന്തോ മോനൊരു വിഷമം പോലെ. അത് ഗാനമേള. ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരാമോ? അതിനെന്താ, വന്നോളൂ. ശംഭു അങ്കിൾ സൂപ്പറാ. അതെ അതെ.